വീട്ടിൽ അമ്മ ഇങ്ങനെ ഒരു ഭ്രാന്തി ഇരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പയും പറഞ്ഞ് അവിടെ ഇരിക്കും. അപ്പൻ മദ്യപിച്ച് വരും, ചിലപ്പോൾ പിടിച്ച് ഉപദ്രവിക്കും, അവർ കരയും. അത് കഴിയുമ്പോൾ ഞങ്ങളുടെ കാര്യത്തിന് അപ്പൻ്റെ ഒരു വഴിക്ക് അങ്ങനെ പോകുന്നു. ഒരു ശാപകഷ്ടമായ ഒരവസ്ഥ. വീടെന്ന് പറയാൻ പറ്റില്ല, അതൊരു വല്ലാത്ത ശാപം നരകം. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടാവും, വന്നിട്ട് പറഞ്ഞാൽ ഒന്ന് നീ പെട്ടെന്ന് വീട്ടിൽ ചെല്ലും, എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ കണ്ടത് ഈ മാനസിക രോഗിയാണ് അമ്മ. ഈ അമ്മയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അപ്പൻ ഭയങ്കരമായിട്ട് ഇടിക്കുകയും ഉപദ്രവിക്കുകയും വലിച്ചിഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ ഞാൻ കാണുന്നത് ഈ അപ്പൻ ഇങ്ങനെ ചെയ്തിട്ട് വലിച്ചുകൊണ്ട് പോകും. അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിട്ട് മുക്കി കൊല്ലാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പൻ്റെ ഈ ക്രൂരത അതുകൊണ്ട് തന്നെ അപ്പനോട് എനിക്ക് വല്ലാത്ത വെറുപ്പാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഞാൻ അപ്പൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഞാൻ ചോദിച്ചു, നീ അപ്പനാണോ, നീയാണോ അപ്പൻ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ആരാണോ? ഞാൻ ഒറ്റടി കൊടുത്തു, അപ്പൻ്റെ മേലെ അടിച്ചു. ആദ്യത്തെ അടി അപ്പൻ താഴെ വീണു. മകനല്ലേ അടിച്ചത്, നീ ആരോ എന്നെ അടിക്കാനായെന്ന് ചോദിച്ചാൽ അപ്പൻ വരുന്നു, പിന്നെയും ഞാൻ അടിക്കുന്നു. പിന്നെ എൻ്റെ ലൈഫിലെന്ന് പറയുന്നത് ഞാൻ അപ്പനെ തല്ലുന്ന മകനാണ്, ഞാൻ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നവനാണ്, ഞാൻ അനിയനെ ആരെയും ഞാൻ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി. അങ്ങനെ അപ്പോൾ ഓരോ ദിവസവും പല ആഴ്ചകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ബഹളമാണ്. ഒന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും ചാവും. അതുപോലെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഉപേക്ഷിച്ചെന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങി. എല്ലാവരും പറയും ഇനി അതൊന്നും പ്രതീക്ഷിക്കണം, അത് നന്നാവില്ല എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വ്യക്തിയെ അതിക്രൂരമായിട്ട് ഒരാളെ ഉപദ്രവിച്ചു, ഒരു ചെറുപ്പക്കാരനെ. ആ നിസ്സാര കാര്യത്തിനാണ് ഞാൻ ചെയ്തത്, ഒരു വൈരാഗ്യം തീർത്താണ് ഞാൻ. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ കേൾക്കുമ്പോൾ അയാൾക്കത് മനസ്സിലാവും. കാരണം അവരും ഞാനും ഇന്ന് ഞാൻ കുർബാനയിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിൽക്കുകയാണ്. അതായത് നിസ്സാരമായ ഒരു കാര്യത്തിന് ഒത്തിരി ഞാൻ ഒരു വ്യക്തിയെ ഉപദ്രവിച്ചു. ആ വ്യക്തിയുടെ പിതാവ് അത് കണ്ടു നിന്നിട്ട് അദ്ദേഹം സ്ട്രോക്ക് വന്ന് പിന്നീട് തളർന്ന് ഒരു 3 വർഷത്തോളം കിടപ്പ് രോഗിയായിട്ട് കിടന്ന് ആൾ മരിച്ചു. അതായത് ഞാൻ ഉപദ്രവിച്ച ആളുടെ അപ്പൻ മരിച്ചുപോയി. ഞാൻ കാരണം ആ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ആ ചെറുപ്പക്കാരന് ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി. കുറേ ദിവസങ്ങളൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനൊക്കെ അങ്ങനെയൊക്കെ പോയി. അതിനുശേഷം ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു ലഹരിയിൽ നിൽക്കുകയാണ്. അത് മദ്യമല്ല കഴിച്ചിരിക്കുന്നത്, വേറൊരു സാധനം കഴിച്ചൊക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇയാൾ വഴിയിലൂടെ നടന്നു വരുന്നുണ്ട്, വന്നു കഴിയുമ്പോൾ ഇയാൾ എന്തെങ്കിലും എന്നെ ചെയ്യും, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചീത്ത വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇയാളെ ഉപദ്രവിക്കും, ഇവനെ വിടില്ല, ഞാൻ കൊന്നുകളയും. അങ്ങനെ ഒരു നിലപാട് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ വഴിയിലൂടെ വന്നിട്ട് എൻ്റെ മുമ്പിലെത്തിയപ്പോൾ എൻ്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ക്ഷയിക്കാനോട് എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പോയൊരു ധ്യാനം കൂടണം കേട്ടോ. ഒറ്റ വാക്ക് പറഞ്ഞു, നീ പോയൊരു ധ്യാനം കൂടണം. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അവനെ ചീത്ത വിളിക്കും, അവനെന്നെ അടിക്കും, എന്തെങ്കിലുമൊക്കെ പരിഭവം കാണിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ വ്യക്തി പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, നീ പോയൊരു ധ്യാനം കൂടണം. അങ്ങനെ ഒരു വാക്ക് ആദ്യം ധ്യാനത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ തറച്ചു കയറിയത് അവിടെ നിന്നാണ്. ഞാൻ പിന്നീട് കുറേ പേര് ഇതുപോലെ ധ്യാനത്തിന് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാലും എനിക്ക് നന്നാവണ്ട എന്നൊരു തീരുമാനം എൻ്റെ ഉള്ളിൽ ഉണ്ട്. പക്ഷേ കുറച്ച് പേര് കൂടെ പിടിച്ചു കിട്ടി, എന്നെ ഒരു ധ്യാനത്തിന് കൊണ്ടുപോയി. ആലുവ ഭാഗത്തൊരു ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു, രക്താഭിഷേക ധ്യാനം. അത് ഫാദർ ഫ്രാൻസിസ് കരിപ്പേരി അച്ഛൻ, തൃശ്ശൂർ രൂപത്തിൽ അച്ഛനായിരുന്നു. അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ധ്യാനമായിരുന്നു. 250-275 പേരൊക്കെ ധ്യാനിക്കുന്ന, അത്യാവശ്യം ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ ധ്യാനത്തിൽ. 2006 ഈ ധ്യാനം നടക്കുന്നത്. ആ സമയത്ത് ഇവരെന്നെ പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുപോയതാണ്. ആ ധ്യാനത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ കയ്യിൽ അത്യാവശ്യം ഈ ധ്യാന സമയങ്ങളിൽ ചിലവഴിക്കാനുള്ള ലഹരി സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഈ ധ്യാനങ്ങളിൽ ഏറ്റവും പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനാണ് ഉഴപ്പുന്നത്, ഏറ്റവും കൂടുതൽ ഉഴപ്പുന്നൊരു വ്യക്തി. അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നൊരു വ്യക്തി ഞാൻ. ബാക്കി എല്ലാവരും തന്നെ ആ ധ്യാനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ കൂടണം, അതിനുവേണ്ടി ഞാൻ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ അടുത്തിരുന്നൊരു വ്യക്തിയുണ്ട്, ജെൻസൺ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ഞാൻ അവനെ പരിഹസിച്ചു. ഞാൻ പറഞ്ഞു, നീ കുറേ നേരമായില്ലേ ബുക്കിൽ ഇങ്ങനെ എഴുതുന്നത്, നീ എന്തെന്നാണ് എഴുതി വെക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നാളെ കുമ്പസാര ദിവസമാണ്, ഞാൻ കുമ്പസാരിക്കാൻ പോവുക, എൻ്റെ പാപങ്ങൾ ഞാൻ എഴുതി ഞാൻ നാളെ നല്ലൊരു കുമ്പസാരം നടത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ വീണ്ടും കളിയാക്കി.
പിന്നെ കുമ്പസാരിക്കാൻ പോകുന്നു, എന്നിട്ട് നീ നാളെ ഈ പാവം തന്നെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നെ ന്യായീകരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പാവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, നീ ആ ധ്യാനം ഒന്ന് ശ്രദ്ധിക്ക്, അതിൽ പറയണ കാര്യങ്ങൾ ശ്രദ്ധിക്ക്, എന്നിട്ട് നീ തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വലിയ താല്പര്യത്തോടെ എടുത്തൊന്നുമില്ല, ഒരു കളിവാക്കായിട്ട് എടുത്തുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ അവിടെ പറയുന്നൊരു വചനം ഇങ്ങനെ എന്നെ 2-3 പ്രാവശ്യം അലട്ടി. അത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. പന്നിക്കുഴിയിൽ കിടന്നവന് സ്വബോധമുണ്ടായി. പന്നിക്കുഴിയിൽ കിടന്ന ധൂർത്തപുത്രന് സ്വബോധമുണ്ടായി. അവൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നോക്കി, എത്രയോ ദാസന്മാർ അവിടെ സുഭിക്ഷമായി ജീവിക്കുന്നു. അപ്പോഴാണ് ഈ പന്നിക്കുഴി എൻ്റെ വീട് പോലെ എനിക്ക് തോന്നി. ഞാൻ ഇന്നേവരെ ഒരു നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, അതിലേക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നല്ലത് ഒരു തിരുനാൾ ദിവസം വന്നാൽ എൻ്റെ വീട്ടിൽ ബഹളമാണ്. ഒരു നല്ല കറി വെച്ച് കഴിഞ്ഞാൽ അപ്പൻ അത് നശിപ്പിച്ച് കളയും. അങ്ങനെ ഒരു സുഭിക്ഷമായ ഒരു ഭക്ഷണത്തിൻ്റെ അവസ്ഥ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കത് സ്പർശിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ ഈ വചനത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ് അവിടെ ആ വിഷയം പറഞ്ഞുകൊണ്ടിരുന്നത്, പശ്ചാത്തപിച്ച് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും എന്തൊക്കെയോ പാപങ്ങൾ ഏറ്റുപറയാനുണ്ട്. വചനം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ചിന്ത വരാൻ തുടങ്ങിയത്. ഞാൻ പതുക്കെ ഓരോ പാപങ്ങൾ എഴുതിയെടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാനൊരു നോട്ട്ബുക്ക് വാങ്ങിയത്. ഞാൻ എൻ്റെ പാപങ്ങൾ ഓരോന്ന് എഴുതി. പിന്നെ ആദ്യം വിചാരിച്ച് കുറച്ച് പാപം ഉണ്ടാവുള്ളൂ, പക്ഷേ എഴുതി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നിർത്താൻ തീരണില്ല. ഓരോ പാപങ്ങളുടെ പുറകെ ഓരോരോ പാപങ്ങൾ കിടക്കുന്നത് പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. രാത്രി ആയി കഴിഞ്ഞിട്ട് എനിക്കൊരു സമാധാനമില്ല. ഞാൻ അവനെ വിളിച്ചു, വേറൊരു കൂട്ടുകാരനെ കൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് നിങ്ങളുടെ പാപങ്ങൾ കുറച്ച് പറഞ്ഞതാ, ഞാനത് കുമ്പസാരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും പറ്റൂല, നീ പറഞ്ഞു എൻ്റെ പാപം നീ തന്നെ കണ്ടുപിടിച്ചെഴുതണം. അങ്ങനെ ഞാൻ അവരുടെ സഹായത്തോടു കൂടെ ഞാൻ ഈ നോട്ട്ബുക്കിൽ എൻ്റെ പാപങ്ങൾ ഓരോന്നും എഴുതിയെടുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു തരും, ഞാൻ എഴുതും. കാരണം ക്ലാസ് ആ സമയം കഴിഞ്ഞല്ലോ. പക്ഷേ അന്ന് രാത്രിയിൽ എനിക്ക് മനസ്സിലായി 100-നടുത്ത് പാപം, 80-85ഓളം പാപങ്ങൾ എൻ്റെ ലിസ്റ്റിലുണ്ട്, ചെറുതും വലുതുമായ പാപങ്ങൾ. ഇതിൻ്റെ ലിസ്റ്റിൽ ഓരോ ആ പാപത്തിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നോട് ദൈവം ക്ഷമിക്കില്ല. ഞാൻ കുമ്പസാരിച്ചാലും എനിക്ക് പാപമോചനം കിട്ടില്ല. അങ്ങനത്തെ ഒരു ഭയം എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. പിറ്റേ ദിവസം എനിക്ക് എങ്ങനെയെങ്കിലും കുമ്പസാരിക്കണം. സമയം എടുക്കും തോറും എനിക്ക് ഭാരം കൂടുകാൻ തുടങ്ങി, എനിക്കിരിക്കാൻ പറ്റുന്നില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഈ പാപങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം അച്ഛൻ വരാനായിട്ട് കുറച്ച് സമയം ലേറ്റ് ആകുമ്പോഴും എനിക്കത് വലിയ സമയമായിട്ട് തോന്നുന്നത്. ഞാൻ പിന്നെ ആ ധ്യാനത്തിൽ കുമ്പസാരിക്കാനായിട്ട് പോയി. ഓരോ പാപങ്ങളും എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ല. പറഞ്ഞിടത്തോളം പാപം, ഞാൻ ആ പാപത്തെ ഓർത്ത്, എൻ്റെ പാപത്തെ ഓർത്ത് ഞാൻ കരഞ്ഞു, ഞാൻ മനസ്തപിച്ചു. ഞാൻ ആ പാപം ഏറ്റുപറയുന്ന മുമ്പ് ഞാൻ ഈശോയോട് ഒരു കാര്യം പറഞ്ഞു, ഈശോയെ, എനിക്ക് ജീവിതത്തിൽ ഈ പാപം ഇനി ആവർത്തിക്കണ്ട. എനിക്ക് ഒരു ദിവസങ്ങളിൽ നടക്കുന്ന പരിവർത്തനമാണ്. ആ ദിവസങ്ങളിൽ നടന്നു. ഒറ്റ ദിവസം എനിക്ക് ആ കുമ്പസാരത്തിൻ്റെ വിഷയം, പാപത്തിൻ്റെ ക്ലാസ്, പിന്നെ എന്നെ എളിമപ്പെടുത്തിയ ക്ഷമയുടെ ശുശ്രൂഷ, ഇതെല്ലാം കൂടെ എന്നെ ഒരു വലിയ അനുതാപത്തിലേക്ക് കൊണ്ടുപോയി. അപ്പനെ കുറിച്ചുള്ള ചിന്ത ദിവസങ്ങളിൽ അപ്പനെ കുറിച്ചുള്ള ചിന്ത അത്ര വന്നില്ല. എന്നാലും ഉണ്ട്. അതിനേക്കാൾ കൂടുതലുള്ള എനിക്കുള്ള വിഷമം എനിക്ക് ഈശോയെ കുറിച്ചായിരുന്നു. ഞാൻ കാണുന്നത് മുറിവേറ്റ ഈശോയാണ്. ഞാൻ വേദനിപ്പിച്ചത് മനുഷ്യരെക്കാൾ കൂടുതൽ ഈശോയാണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റേത് എനിക്ക് അപ്പച്ചനോട് സിമ്പതി, അമ്മയോട് അങ്ങനെ ഒന്നും വന്നില്ല. ചെയ്തത് തന്നെ, പക്ഷേ ചെയ്തത് മുഴുവൻ ഈശോയോടാണ്. എനിക്ക് ധ്യാനം എന്നെ അങ്ങനെ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പം ഞാൻ ഈ കുമ്പസാരം നടത്തുമ്പോൾ ഞാൻ അന്നും ചെയ്യുന്നു ഇന്നും ചെയ്യുന്നൊരു കാര്യം, ഈ പാപം ഞാൻ ഏറ്റു പറയുമ്പോൾ നാളെ എൻ്റെ ജീവിതത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും.